അല്ല ആരും അച്ചുട്ടിയോ? അല്ലടോ, ഈ ആന വലിയാരും വലിയല്ലോ. അനക്ക് അവിടെ നേരത്തിനും കാലത്തോളം തിന്നാനും കുടിക്കാനൊന്നും കിട്ടല്ലേ? മോളെ നോക്കിക്കണ്ട, പോത്തറച്ചി മോളത്തേക്ക് എടുത്തു കൊടുക്കും എനിക്ക്. വേണ്ടക്ക, എനിക്കിപ്പോ ഒരു ചായ മതി. അതെന്ത് പറ്റി? പോത്തറച്ചി എനിക്ക് ജീവനയില്ലോ. ജയിലിൽ പോയപ്പോ അതൊക്കെ ചടച്ചു പോയോ? ഓൻ അതും ഇതൊക്കെ പറയും. നോക്കിക്കണ്ട് എടുത്തു കൊടുക്കും മോളെ. ചെല്ലി. എന്റെ കാര്യം മറക്കരുത്. വിശക്കുന്ന ഒരു വയറിന്റെ ഉടമസ്ഥനാണ് ഞാൻ. അല്ല മോനെ, ഓൻ എന്നെ തല്ലെ കുത്തിട്ട് ചെയ്തോ? ഇല്ല. ഉസ്താദിന് അങ്ങനെ ഒരു ഭാഗ്യമുണ്ട്. എവിടെ ചെന്നാലും VIP ട്രീറ്റ്മെന്റാ. ഞാൻ പോയി ചായ എടുത്തിട്ട് വരാം. ഇങ്ങക്ക് ഇപ്പൊ കൊണ്ടുവരാം. ദാ കഴിച്ചോളി. വേണ്ടെന്ന് പറഞ്ഞില്ലേ? വേണ്ടെങ്കി വേണ്ട. എന്തിനാന്ന് പോത്തിരിച്ചോട് ദേഷ്യപ്പെടുന്നേ? ഇത് ഇവിടെ ഇരിക്കട്ടെ, ഞാനില്ല ഇവിടെ. എനിക്ക് പോത്തിനോട് യാതൊരു ദേഷ്യമില്ല. ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. അല്ല, ജയിലിലിപ്പോ പഴയ സൗകര്യങ്ങളൊക്കെ ഉണ്ടോ? നിനക്ക് പോയി കിടക്കണമെന്നുണ്ടാ? ആലോചന ഇല്ലാതില്ല. ജയിലിൽ കിടന്നിട്ടുള്ളവരാണല്ലോ വലിയ വലിയ മഹാന്മാരായിട്ടുള്ളത്. ഉദാഹരണത്തിന് ഗാന്ധി, നെഹ്റു. അത് ശരിയാ. നീയൊക്കെ ജയിലിൽ പോയി കിടന്നാലേ ജയിലിന്റെ പേര് ചീത്തയാവും. വെള്ളം കൂടി മുട്ടിച്ച പാർട്ടി അല്ലടാ നിങ്ങള്. അച്ചൂട്ടി വന്നാ പിന്നെ മണീന് 6 മുഴ നാവാ. അല്ലാത്തപ്പോ ഒരു മുങ്ങല അട്ടയെ പോലെ അട്ടപ്പാടിയിലേക്ക്. അല്ലടാ, ഞാൻ നിന്റെ ഒക്കെ തല്ലുവെള്ളം അവിടെ കിടക്കാം. മതി, നിർത്തടാ. വാടാ. അപ്പൊ പോത്തിറച്ചി പോത്തറച്ചിന്റെ സൈനബാ, ഇതവിടെ എടുത്ത ഞാൻ ഗ്യാപ്പിൽ വന്ന് തിന്നോളാം. ഇത് നമ്മളൊന്നിൽ വേണം അച്ചൂട്ടി. ഈ അതോട് വെച്ചോ. ആവശ്യം ഉണ്ടാവുമ്പോ നമ്മൾ ചോദിച്ചോളാം. വേണ്ട എനിക്ക് ഇപ്പൊ കൈ കാശുണ്ട്. ഓന്റെ ഒരു കാര്യം, ജീവിതത്തിന്റെ പകുതിയും ജയിലില്ല. കാട് 6 മാസം, നാട് 6 മാസം എന്ന് പറഞ്ഞ പോലെയാ. ഇതൊരു പിടികൂടി പിടിക്കും. വെള്ളം ഒഴിയടാ. മതി. എന്റെ മലദൈവങ്ങളെ, അല്ല ഞാൻ ആലോചിക്ക, 2 കൊല്ലം മുമ്പ് ജയിലിൽ വെച്ച് ഉസ്താദിനെ കണ്ടുമുട്ടില്ലായിരുന്നെങ്കിൽ എന്റെ ജീവിതം പട്ടിണിക്കാനെ. മതി മതി മതി, നിർത്ത. പറയുന്നു പറഞ്ഞല്ലേ പറ്റൂ. ഉസ്താദ് ജയിലിൽ പോയാ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എന്റെ അമ്മയാ. അത് ഉസ്താദിനോടുള്ള ദേഷ്യം കൊണ്ടല്ല, എന്നോടുള്ള സ്നേഹം കൊണ്ടാ. ഉസ്താദ് ജയിലിൽ പോയാ ഞാൻ അട്ടപ്പാടി പോവും. അങ്ങനെ ഞാൻ എന്റെ അമ്മ ഇങ്ങനെ ചെളിച്ച് കളിച്ച് മരിച്ച് അല്ലേ. മതി മതി, നിർത്ത. നീ ദീപെടുത്ത് കത്തിച്ചേ. അപ്പൊ അതല്ല എടുത്തിരിക്കണേ, എടുത്ത് കത്തിച്ചൂടെ? എല്ലാത്തിനും ഒരാള് കാണുന്ന വെച്ചാ ഒന്നും ഒറ്റയ്ക്ക് പറ്റില്ല. അല്ല, എന്റെ സ്ഥാനത്ത് വേറെ വല്ലവരാണ് ഇതൊക്കെ ഒളിച്ചെറിഞ്ഞു പോയാനെ. എങ്കിൽ പോയായിരുന്നില്ലടാ. എന്തേ പോവാത്തെ? പോയാൽ ഇതുപോലെ 3 നേരം സുഖമായിട്ട് ഞണ്ണാൻ വേറെ എവിടെ കിട്ടും അല്ലേ? എല്ലാവർക്കും കാര്യം കാണാൻ അച്ചൂട്ടി വേണം. അത് കഴിഞ്ഞാ പിന്നെ റൗഡി വാടക കൊണ്ട. ഒറ്റ പട്ടിക്ക് നന്ദിടാ, നന്ദി. ഉസ്താദ് പട്ടിന്ന് വിളിച്ച തന്നെയാണോ? അല്ലടാ, ആ കള്ള കഴിവേറി ഇട്ടിച്ചനെ ജയിലിൽ കയറി ആ നിമിഷം ഇറക്കാമെന്ന് പറഞ്ഞതാ തെണ്ടി. അവസാനം എന്നെ ഇറക്കാൻ ആ സേതുരാമ മുതലാളി വേണ്ടി വന്നു. അതിന് സൈന്യത്തിന്റെ കൈയും കാലും തല്ലുപടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. നിർത്തടാ നിന്റെ ഉപദേശം. അതൊക്കെ പോട്ടെ, നീ ആ പാട്ടൊന്ന് പാടിക്കേ. ഏത് പാട്ട്? നിന്റെ അട്ടപ്പാടി പാട്ട്. ആ പാട്ട് ഇപ്പൊ മാറണ? വേണം, ഇപ്പൊ തന്നെ മാറണം. ഇപ്പൊ പാടണം. അന്ന് ഞാൻ പാടിത്തരാം. ഉസ്താദ് തടി ഞാൻ പാടാം. പോരമ്മാമി കൊയിലൂതണി ചങ്കരമ്മാമി താളടിച്ചണ്, ഇത് കണ്ടിട്ട് ബ്രോത്താളി തൊയ്ച്ചണ തൊയ്യമ്മയ്യപ്പം താരാ. കൊച്ചിന്റെ ചെന്നെല്ലും വാട്ടി വാട്ടി വച്ച് അങ്ങനെ ഇല്ലി പട്ടിന്റെ കോട പോടണ കോട്ടങ്ങണ്ട അയ്യപ്പം താരാ. തിരാമറിന്റെ അച്ചമണനും അഞ്ഞിനെ 2 തോയിമാരും പെരി പെരി പറഞ്ഞാണ് അവര് ചിത്താൻ വെട്ടി കളിച്ചണതമ്മോ. പരമവി 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 എന്നെ കൊണ്ട് പാടാൻ വയ്യ. നീ പാടിയേ പറ്റൂ. ഞാനൊരു പാവം കിട്ടാതെ എനിക്ക് വയ്യ. മതി, എനിക്ക് മടുത്ത് ചവിട്ടും കൂട്ടും. ഞാനിനി ഇവിടെ നിൽക്കില്ല, ഞാൻ പോവാ. എങ്കി പോടാ. സ്വന്തം തന്തയും തള്ളയും വേണമെന്ന് വെച്ചില്ലടാ എന്നെ. പിന്നെയാണോ നീ? പോടാ പുല്ലേ. എന്നെ ചവിട്ടിയല്ലേ? എനിക്ക് ശ്വാസം വിടാൻ പറ്റില്ല. ഇതെന്നും പറയണ പോലെയല്ല. ഞാനിനി പഠിക്ക കാര്യത്തില്ല. ഇറങ്ങി പോടാ. എങ്ങനെ ഉസ്താദിന്റെ മുഖത്ത് നോക്കാ?
ഇതുള്ള കാര്യം ഞാൻ മറന്നുപോയി. ഇനി ധൈര്യമായി. കാത്തിരിക്കണേ. ഉസ്താദേ, ഉസ്താദേ, എഴുന്നേൽക്ക്. എന്തിനുറക്കത്? എഴുന്നേൽക്കാൻ. ഇന്നലെ ഫിറ്റായപ്പോ ഞാനും ഉസ്താദ് എന്തൊക്കെയോ പറഞ്ഞു. അത് എനിക്ക് ഉസ്താദിനെ തീരെ ഓർമ്മയില്ലല്ലേ? ഇനി പഠിക്കകത്ത് കയറില്ലെന്ന് പറഞ്ഞ് ഇറങ്ങി പോയതല്ലടാ നീ. അതൊക്കെ എന്നും പറയണതല്ലേ. പക്ഷെ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു. ഇന്ന് മുതൽ ഈ കൈ കൊണ്ട് ഞാൻ ഒരു തുള്ളി മതിയാൻ തൊടില്ല. അത് ഉറപ്പാ. മണിയാ, നീ ആ കൂളിംഗ് ഗ്ലാസ് ഒന്ന് ഊരി മാറ്റിയിട്ട് ഇപ്പൊ പറഞ്ഞു ഒന്നുകൂടെ പറഞ്ഞേ. അതവിടെ ഇരുന്നോട്ടെ. എന്തിനാ അതിന്റെ പുറത്ത് കയറണേ? എന്റെ തീരുമാനത്തിൽ ഒരു മാറ്റില്ല. തകർക്കാൻ പറ്റാത്ത വിശ്വാസാ. ഒരു ബീഡിങ് എടുത്ത്. അങ്ങനെ നല്ല കാര്യം ചോദിക്ക്. എവിടെ പോയി കിടക്കുന്നത്? ആവശ്യം നേരത്ത് മഞ്ഞൾ പോവാന്ന് പറഞ്ഞ പോലെയാ. ഉസ്താദേ, ഉസ്താദിന് കുളിക്കണ്ടേ? പിന്നെ പൈപ്പിന്റെ ഇടയ്ക്ക് എല്ലാരും വന്നിട്ടുണ്ട്. ദാക്ഷായണിയും ദേവകിയും ഖുശ്ബുവും ഒക്കെ ഉണ്ടോടാ? പുഷ്പിന് ഉണ്ടാവില്ല. പുഷ്പ് കഴിഞ്ഞ ആഴ്ച കൊതുകിന് മരുന്നടിക്കുന്ന ആളുടെ കൂടെ ഒളിച്ചോടി പോയി. ഒരു കണക്കിന് ആലോചിച്ച അതും നല്ലതാ. അവക്കെങ്കിലും ഇനി കൊതുകളിൽ കൊള്ളാ കിടന്നുറങ്ങാമല്ലോ. പുഷ്പ് പോണെങ്കിൽ പോട്ടന്റെ ഉസ്താദേ, പുതിയൊരു സാധനം ഇറങ്ങിയിട്ടുണ്ട്. മനീഷ. മനീഷ്? മനീഷ ചന്ദ്ര പിന്നെ കൊയിലാളാ. ഉസ്താദ് വന്നാട്ടെ. ഞാൻ കാണിച്ചു തരാം. ഞാൻ കാണിച്ചു തരാം ഉസ്താദ്. ഹലോ നഴ്സമ്മേ, സുഖാണോ? ഞാൻ വരുന്നു കേട്ടപ്പോഴേക്കും നഴ്സുമാരെയൊക്കെ നാട് കടത്തിയല്ലേ? നഴ്സുമാരെ പോകണ്ട. ഒരുപാട് വെണ്ടയ്ക്ക് വെച്ച കലം പോലെയായി. അതെ, 3-4 നല്ല പീസുകളെ കൊണ്ട് നിർത്തണം. വെള്ളരിപ്രാവുകൾ ഇവിടെ പാറി നടക്കട്ടെ. അതെ, നടക്കട്ടെ. അത് വീടിന്റെ ഒരു ഐശ്വര്യ. അതെ, ഉസ്താദിനെ കൊണ്ടുവരുമ്പോ എനിക്ക് കൂടെ സൂട്ടായി പറഞ്ഞതിനെ കൊണ്ടുവരണേ. ഒരു ജീവിതം വിൽക്കാനുണ്ട്. ലൈഫ് ഫോർ സെയിൽ. വേനെടുക്കണ്. വരുന്നുണ്ട് നാശം. മനുഷ്യൻ ഇനി ഒരു സ്വസ്ഥത ഉണ്ടാവില്ല. മാറ് വെള്ളം എടുക്കൽ. പിന്നെ നീ എന്തായാലും നോക്കി പഠിപ്പിക്കണേ. കുടം എന്തിനാ എടുത്ത് മാറ്റി പറഞ്ഞാൽ വയസ്സായില്ലേ? എവിടേക്കാ നോക്കണേ? നിന്റെ അപ്പ നിന്റെയാ. നീ പോയി ഞാൻ കൂട്ടല്ല. അതിന് ഞാൻ പുള്ളി തുടങ്ങല്ലേ ഉസ്താദേ? എന്താ സുഖം തന്നെ അല്ലേ? ഒഴിക്കടാ, ഒഴിക്കേ. വെള്ളമെടുക്കുന്ന പെൺകുട്ടി കുളിക്കുന്നോ? നമ്മുടെ ചേട്ടനെ സോപ്പ് തേക്കുമ്പോ നീ പാടടി. അങ്ങനെ കിന്നരിച്ചോമെനി ചെയ്യ നമ്മുടെ കൊച്ചേട്ടാ. പുറന്തേക്ക്. എന്താ നോക്കുന്നേ? കൊച്ചുങ്ങൾക്ക് സ്കൂളിൽ പോകാനുള്ളതാ. ഞാൻ കുറച്ച് വെള്ളം എടുത്തോട്ടെ. കുട്ടികൾ വെള്ളം കൊണ്ടാ സ്കൂളിൽ പോണത്. ആ സ്കൂളിന്റെ പേരെന്താ? അഡ്മാഷ പേര് പറഞ്ഞേ. ഉസ്താദ് നമുക്കൊന്ന് അവിടുത്തെ വരെ പോകണ്ടോ? നാണോ മനമില്ലാത്ത വൃത്തികെട്ടവേ. ദേവകി എന്താ പറഞ്ഞത്? ഒന്നുമില്ല, സോപ്പിന് നല്ല മണമുണ്ടെന്ന് പറയായിരുന്നു. കേട്ടിട്ടില്ലേ? വാഷിംഗ് പൗഡർ നർമ്മ, വാഷിംഗ് പൗഡർ നർമ്മ. ഉസ്താദിന് ജയിലിൽ നിന്ന് കുളിക്കാൻ കൊടുത്താ എന്താ വേണ? ദാശാണിക്കൊന്ന് മണത്ത് നോക്കണം. അതവിടെ വെച്ചിട്ട് വെള്ളം ഒഴിക്കേ. വെള്ളം ഒഴിക്കണം. മനീഷ. ഇതാണ് ഞാൻ പറഞ്ഞ മനീഷ കൊയിലാളാ. എങ്ങനെയുണ്ട് ഉസ്താദേ? മനീഷ മണിയാ, കൊയ്യാളിയോട് വെള്ളം എടുത്തോളൂ. മനീഷ വെള്ളം എടുത്തോളൂ. അവൾ ഇപ്പൊ വന്നല്ലേ ഉള്ളൂ. ഞങ്ങൾ എത്ര നേരം ഇവിടെ നിൽക്കുന്നു. അവള് വെള്ളം എടുത്തിട്ട് നിങ്ങൾ വെള്ളം എടുത്താ മതി. എടുത്തോടി. അരി അടുപ്പത്തിട്ടാ വന്നിരിക്കുന്നത്. അങ്ങനെ ഒന്നും കഴിക്കാതെ പിണങ്ങി പോയി കാണും. അങ്ങേര് പോണേ പോട്ടടി. പിന്നെ ഞാൻ കെട്ടിക്കോളാം. തോലയിൽ ഇഴത്തി വീഴോടാ കാലമോടാ. അയ്യപ്പ അത് മനസ്സിലായില്ലേ? ഇത് ഉസ്താദിന്റെ ഒരു നമ്പർ അല്ലേ? ഇനി എന്തൊക്കെ നമ്പർ കാണാൻ കിടക്കുന്ന എന്റെ പെങ്ങളെ. എന്താ കൊയിലാളിക്ക് വേദനിച്ചോ? നിന്റെ ഈ കൈ ഒടിഞ്ഞു പോകത്തേ ഉള്ളൂ. ഒഴിക്കടാ വെള്ളം. കുളിച്ചാട്ടെ. എന്താ ചേച്ചി? ടാങ്കിൽ വെള്ളമില്ല. കുറച്ച് വെള്ളം എടുക്കാന്ന് വിചാരിച്ചതാ. പൈപ്പിലും വെള്ളല്ലേ? വെള്ളമൊക്കെ ഉണ്ട്. അങ്ങോട്ട് നോക്ക്. അവന്റെ ഒരു നീരാട്ട്. എന്നും രാവിലെ ഇതാ അവന്റെ പരിപാടി. അവന്റെ കുളി കഴിയുന്നവരെ ആരെ കൊണ്ടും അവൻ വെള്ളം എടുപ്പിക്കില്ല. ഇവിടെ ആണുങ്ങൾ ആരുല്ലേ? കൊണ്ടായിട്ടെന്താ? ആരാ അവനോട് ചോദിക്കാ? എങ്കിൽ എല്ലാവർക്കും കൂടെ പോലീസിൽ കംപ്ലൈന്റ് എഴുതി കൊടുത്തൂടെ? പോലീസ് എങ്കിൽ തീർന്നത് തന്നെ.
പിന്നെ ഒരെണ്ണത്തിനെ അവൻ ഇവിടെ കിടത്തി പൊറപ്പിക്കില്ല. വെള്ളം എടുക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. മോളെ സിന്ധു വേണ്ട. നിന്ന് ചൊറിയാതെ വെള്ളം ഒഴിയടാ. എടാ വെള്ളം ഒഴിക്കാൻ. ആരാടി വെള്ളം എടുക്കാൻ പറഞ്ഞേ? ചോദിച്ച കേട്ടില്ലേ? ഈ പൈപ്പ് നിങ്ങൾക്ക് കുളിക്കാൻ വേണ്ടി കോർപ്പറേഷൻ വെച്ചു തന്നാണോ? സ്ത്രീകൾ വെള്ളം എടുക്കുന്നിടത്തുനിന്ന് കുളിക്കാൻ നാണല്ലേ നിങ്ങൾക്ക്? നാട്ടുകാർക്ക് കുടിക്കാനുള്ള വെള്ളം ഇത്, അല്ലാതെ കണ്ടവർക്ക് വന്നിരുന്ന് കുളിക്കാനുള്ളതല്ല. നിങ്ങളൊക്കെ ആരെ പേടിച്ചോണ്ടാ നിൽക്കുന്നത്? വന്ന് വേഗം വെള്ളം എടുത്തോണ്ട് പോ. ഏതാ പെണ്ണ്? ഒരു ബീഡിത. എന്തൊക്കെ പറഞ്ഞാലും നീ ചെയ്ത് ശരിയായില്ല. എന്തും ചെയ്യാൻ മടിക്കാത്തവനവൻ. ഇങ്ങക്കിത് എന്തായി പോയിന്ന്? പിരാന്തുണ്ടോ? ഇതുവരെ മൂപ്പരെ മുഖത്ത് നോക്കിയിട്ട് ഒറ്റ കുട്ടി എതിർത്ത് വർത്താനം പറഞ്ഞിട്ടില്ല. ഇങ്ങള് സൂക്ഷിച്ചോളി. അയാൾ എന്ത് ചെയ്യുന്ന പറയുന്നത്? നിങ്ങളെപ്പോലുള്ളവര് പേടിച്ച് ഓച്ചാൻസ് നിന്നിട്ട് അയാൾ ഇവിടെ കിടന്ന് വിലസുന്നത്. ചോദിക്കാനും പറയാനും ആരും ഇല്ലാന്ന് വന്നാ ആർക്കാ ഗുണ്ടായിസം കാണിക്കാൻ പറ്റാത്തത്? നീ പറയുന്ന പോലെ അല്ല മോളെ. ഇവിടുത്തെ വലിയ വലിയ ആൾക്കാർക്കും പോലീസുകാർക്കും ഒക്കെ വേണ്ടപ്പെട്ടവനവൻ. ശരിയാട്ടോ, അവരൊക്കെ മൂപ്പര് വെച്ച് മുതലെടുക്കുക. ഇറങ്ങി വാടി. ഒരു മറ്റേടത്തെ മൈസ്ത്രേറ്റ് വന്നിരിക്കുന്നു. നാളെ നേരം വിളക്കുന്നതിന് മുമ്പ് ഇവിടുന്ന് ഇറങ്ങിക്കോണം. അല്ലെ അടിച്ച് പൊളിക്കുന്നതല്ല. എന്റെ കുളി മുടക്കാൻ നീ ആരടി? മര്യാദക്ക് നിന്നില്ല, നിന്റെ കുളി ഞാൻ മുടക്കും. നീ കോർപ്പറേഷനാണ്, ഞങ്ങള് മുനിസിപ്പാലിറ്റി. ചന്ത ചന്ത പൂലൻ ദേവി. മോളെ നീ അവിടെ ഇരിക്കും. അവനൊരു കുടിയനാ. അവനെന്തെങ്കിലും പറഞ്ഞെന്ന് വിചാരിച്ച് നീ അവിടെ ഇരിക്കും. എന്താണ് ഒക്കെ ചത്തോ? നമ്മള് സംസാരിച്ച് നമ്മളെ വല കളയണ്ട. വാ നമുക്ക് പോവാം. ഒരു പട്ടിനെ കാണില്ല. നേരം വെളുക്കുമ്പോ ഒറ്റ കണ്ടേക്കരുത്. ഞാൻ നാളെ നേരം വെളുക്കാതിരിക്കാൻ വേണ്ടി എടപ്പള്ളി പള്ളിയിൽ 8 മെഴുതി കത്തിച്ച് പ്രാർത്ഥിച്ചോടി. ഞങ്ങളെ സ്വഭാവം അറിയില്ല. ശവങ്ങള് കാലത്ത് തന്നെ പൈപ്പിന്റെ ഇടയ്ക്ക് പറ്റി പറ്റ പോലെയാ. മുഖം കാണാതിരിക്കാൻ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇടടി. അവിടെ ഇരിക്കട്ടെ. എവിടെയായിരുന്നടാ ഇത്ര നേരം? അടുപ്പില്. ഉസ്താദ് ഒരു കാര്യം ഞാൻ പറഞ്ഞേ കേട്ടോ. വെള്ളം തൂക്കി തൂക്കി എന്നെ നടു ഒടിഞ്ഞു. ഒന്നില്ലെങ്കിൽ കുളി പൈപ്പിന്റെ അടുക്കലേക്ക് ആക്കാം, അല്ലെങ്കിൽ പൈപ്പ് എടുത്ത് കുളിപ്പരയിൽ വെക്കാം. ഇതൊന്നും പറ്റില്ല, കുളി വേണ്ടെന്ന് വെക്കാം. വെള്ളം എടുക്കുമ്പോ എന്റെ തോല് കരിഞ്ഞു പോയി. എവിടെന്നോ വന്നൊരു പീറ പെണ്ണ് മരട്ടിന്ന് പറഞ്ഞ് ചോർന്നു പോകുന്നതാണ് ഉസ്താദിന്റെ വീര്യം. മതി ചലിച്ചത്. ഓപ്പേ അച്ചുട്ടിക്കാ. എന്താണ് ഇളിക്കുന്നേ? അല്ല, മനുഷ്യന്മാരുടെ ഒരു മാറ്റം കാണുമ്പോ എങ്ങനെ ചിരിക്കാണ്ടിരിക്കുക? കുളി എവിടെ ആക്കിയത്? മോശമായി പോയി. പിന്നെ നിന്റെ പറയലൊന്ന് കുളിക്കണം. അത് ബാപ്പയോട് ചോദിക്കണം. ഓടിയോടുന്നു നിന്ന് കിണുങ്ങുന്നു. ഇങ്ങളെന്താണ് ചൂടാവണേ? അതെ, നമുക്കൊരു കാര്യമുണ്ട് പറയാൻ. നിങ്ങൾ ആരുടെ മുമ്പിലും തോക്കരുത്. എല്ലാവരുടെ മുമ്പിലും എന്നും വമ്പനെ കാണുന്ന ഞമ്മക്കിഷ്ടം. താത്തക്കുട്ടിയെ, ഈ ഒറ്റയാന്റെ കൊമ്പി തന്നെ വേണം ഊഞ്ഞാലാട്ടം. അവൾക്ക് നാളായി, എനിക്ക് നാളായി. ഉസ്താദ് എന്താ ആലോചിക്കണേ? ഞാനൊരു കാര്യം ചോദിച്ചാ ഉസ്താദ് ദേഷ്യപ്പെടരുത്.
എനിക്ക് കുറച്ച് പൈസക്ക് ആവശ്യമുണ്ടായിരുന്നു. എന്തിനാ? നിനക്ക് കെട്ടിയോളും മക്കളുണ്ടോ അട്ടപ്പാടിയില്? അമ്മയ്ക്ക് നല്ല സുഖമില്ലാന്ന് പറഞ്ഞ് നാട്ടിൽ നിന്ന് കത്തുണ്ടായിരുന്നു. നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. ഉണ്ണികൃഷ്ണ ഇങ്ങ വന്നേ. മണി ഓർഡർ ഉണ്ടോ? ഉണ്ട്, പക്ഷെ അച്ചൂട്ടിക്കില്ല. എനിക്കാരയക്കാനോടോ? അതല്ല, താൻ ഒരു കാര്യം ചെയ്യും. തന്റെ കയ്യിലുള്ള മണി ഓർഡർ 2 ദിവസത്തേക്ക് എനിക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ചെറിയ റോളിങ്ങിനാ. കണ്ടവരുടെ മണി ഓർഡർ എടുത്ത് റോൾ ചെയ്യാനോ? എന്റെ പണി തെറിച്ചു പോവും. ഒന്ന് പോടോ. എറണാകുളത്തും തിരുവനന്തപുരത്തേക്ക് ഒരു കത്തയച്ചാ കിട്ടുന്ന 4 മാസം കൊണ്ടാ. എന്നിട്ടാ മണി ഓർഡർ. എടോ, ഈ മണി ഓർഡർ കിട്ടാനുള്ളവർക്കറിയോ ഇന്ന് അവരുടെ കാശത്തുവന്ന്? താൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട. 2 ദിവസം കഴിഞ്ഞ് പലിശ അടക്കം തിരിച്ചു തരാം. നടക്കില്ല. വേറെ എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തുതരാം. എന്നാ ഒരു കാര്യം ചെയ്യും, നിന്റെ പെങ്ങളെ ഇവന് കെട്ടിച്ചുവിടും. മര്യാദക്ക് ചോദിച്ചിട്ട് തന്നില്ലെങ്കിൽ എനിക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും. ഇല്ല, എന്നെ കൊന്നാലും ഞാൻ ഈ പൈസ തരില്ല. നീ ഇല്ല. തരില്ലേ? എടുക്കടാ കാശ്. കഴിച്ചെടുക്കല്ലേ? അടങ്ങി നിന്ന് ഉറങ്ങി. എടുക്കടാ കാശ്. പോക്കറ്റ് കയറി ഞാൻ വരികയ്ക്ക് നോറ്. എടുക്കാം. മണിയെ പിടിക്കണം അവനെ. പിടിക്കണം. മണിയെ. എന്റെ ജോലി പോയിട്ട് കാലം പിടിക്കാൻ വേണ്ട. മിസ്റ്റർ, വഴിയിലൂടെ പോകുന്നവരെ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തി കാശ് മേടിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ? നല്ല തണ്ടും തടിയുണ്ടല്ലോ, അന്തസ്സായി ജോലി ചെയ്ത് ജീവിച്ചൂടെ? നിർത്തടി. നീ ആരടി എന്നെ പഠിപ്പിക്കാൻ? ജില്ലാ കളക്ടറോ? അല്ല, സിന്ധു. ആ പൈസ തിരിച്ചു കൊടുക്കണം. മനസ്സിലായില്ല. ആ പൈസ തിരിച്ചു കൊടുക്കാൻ. സിന്ധു, മോളെ. അയ്യോ. അശ്വിനി. മര്യാദയ്ക്കൂടെ കഴിഞ്ഞോണല്ലേ കൊന്നുകളെ ഞാൻ. വിടവാ എന്നെ. നിനക്കെന്നെ മനസ്സിലായിട്ടേ പുല്ലേ അല്ലേ? ഞാൻ തിരിച്ചു വരുമ്പോ ഇവളോടെ കണ്ടുപോകാനുണ്ടല്ലോ, നിങ്ങളെ ഞാൻ കെട്ടുകെട്ടിക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. വിടാ. വാടാ.